പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇങ്ങ് ഡൽഹിയിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ എന്തു കാര്യം? ചോദ്യം ഒരിത്തിരി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി തോന്നിയേക്കാം. എന്നാൽ സത്യത്തിൽ ട്രംപും ഇന്ത്യൻ രാജധാനിയിൽ കുടിയിരിക്കുന്ന ഹനുമാൻ സ്വാമിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്കൻ പൗരന്മാരല്ലാത്ത പലർക്കും നിയമപരമായി അവിടെ ദീർഘകാലം തങ്ങാനുള്ള അവകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിയമപരമായി അമേരിക്കയിൽ താമസിക്കാൻ അവകാശമില്ലാത്ത പലരെയും ട്രംപ് നികൃഷ്ടമായി തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നെപ്സാറായിലെ ഹനുമാൻ സ്വാമി വാർത്താ താരമാകുന്നത്. വ്യക്തമായി തന്നെ പറയാം, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ജോലി സമ്പാദിക്കാം എന്ന് സ്വപ്നം കാണുന്ന പലരും പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ വിസ നിയമങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്ന ഭയത്തിലാണ്. നിയമപ്രകാരമുള്ള വിസ സ്വന്തമാക്കി അങ്ങോട്ട് ചെല്ലണമെന്ന് വാശി പിടിക്കുന്ന ചെറുപ്പക്കാരൊക്കെ കഴിഞ്ഞ ഏതാനും നാളുകളായി അങ്കലാപ്പിലാണ്. ഇവിടെയാണ് ന്യൂഡൽഹിയിലെ നെപ്സാറായിലെ ശ്രീ സിദ്ധി പീഠത്തിലെ ചമൽക്കാരി ഹനുമാൻ ക്ഷേത്രം വാർത്തയിൽ നിറയുന്നത്. അമേരിക്കയിലേക്ക് പോകാൻ വിസ തേടുന്ന ചെറുപ്പക്കാരും അവരുടെ മാതാപിതാക്കളും ഇപ്പോൾ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. US വിസ നേടണം, അമേരിക്കയിലേക്ക് പറക്കണം എന്ന മോഹവുമായി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാൻ എത്തുന്നവർ ഒന്നും രണ്ടുമല്ല. ഈശ്വരാനുഗ്രഹം മാത്രമല്ല, ഭഗവാന്റെ ഇടപെടലും കൂടി ഉണ്ടായാലേ തങ്ങളുടെ മോഹം സഫലമാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് പലരും. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ സ്ഥാനമേറ്റ ജനുവരി 20 ശേഷം ശ്രീ സിദ്ധി പീഠത്തിലെ ചമൽക്കാരി ഹനുമാൻ ക്ഷേത്രത്തിലെ ഭക്തജന തിരക്ക് അഭൂതപൂർവമായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് ഡൽഹി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്വാമിയെ ഇഷ്ടദേവനായി മനസ്സിൽ ധ്യാനിച്ച് അമേരിക്കൻ യാത്രയ്ക്കുള്ള വിസ കിട്ടണമേ എന്നു മാത്രമാണ് ഏവരുടെയും പ്രാർത്ഥന. ജനത്തിരക്ക് കാരണം വിസ അന്വേഷിയുടെ ഇഷ്ടദേവൻ എന്ന സ്ഥാനം കൂടി നേടിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീ സിദ്ധി പീഠത്തിലെ ചമൽക്കാരി ഹനുമാൻ സ്വാമി. വിസ അന്വേഷിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്കായി പ്രത്യേക പൂജകൾ വരെ സംഘടിപ്പിക്കുകയാണ് അമ്പല കമ്മിറ്റി. വിസ പ്രക്രിയ സുഗമമാക്കുന്നതിനായി ഭക്തജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും ക്ഷേത്ര ഭാരവാഹികൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അമേരിക്കൻ വിസ പ്രക്രിയ സുഗമമാക്കി എത്രയും വേഗം പറക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: പാസ്പോർട്ടുമായി അമ്പലത്തിലെത്തുക. എന്നിട്ട് ആ പാസ്പോർട്ട് ഹനുമാൻ സ്വാമിയുടെ കാൽക്കൽ സമർപ്പിക്കുക. അല്പനേരം പാസ്പോർട്ട് ഭഗവാന്റെ കാൽക്കൽ വെച്ച് ധ്യാനിച്ച ശേഷം തിരിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ചുവന്ന മഷി കൊണ്ടെഴുതിയ ഒരു അപേക്ഷ വിഗ്രഹത്തിന് സമീപം വച്ചിട്ടുള്ള ഒരു പെട്ടിയിൽ നിക്ഷേപിക്കുക. ഓർക്കുക, ചുവന്ന മഷിയിൽ എഴുതിയ അപേക്ഷ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങുക. അടുത്ത 41 ദിവസങ്ങളിൽ മുടങ്ങാതെ ഹനുമാൻ ചാലീസ മന്ത്രം ഉരുവിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തണം എന്നതും നിർബന്ധമാണ്. ഈ 41 ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ നിന്ന് മാംസം, വെളുത്തുള്ളി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. മദ്യം തൊടാൻ പാടുള്ളതല്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് വിസ പ്രക്രിയ പൂർത്തിയാക്കിയാൽ വിസ ലഭിക്കുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശ്വാസം. വിസ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം ക്ഷേത്രത്തിൽ തിരിച്ചെത്തണം. ഒരു രസീതിൽ ചുവന്ന മഷി കൊണ്ട് തന്നെ ഒപ്പിട്ട് നൽകണം. ഒപ്പം ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു നോട്ട്ബുക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തി നിക്ഷേപിച്ചാൽ ഭഗവാന്റെ പ്രീതിക്കും പാത്രമാകും. ആഹാ, എത്ര നല്ല ആചാരങ്ങൾ! വിസ കിട്ടാൻ ഹനുമാൻ സ്വാമി തന്നെ തുണ. എന്തുകൊണ്ടാണ് ഇത്രയും ദൈവങ്ങൾ ഉള്ളപ്പോൾ ഹനുമാൻ സ്വാമിയെ തന്നെ വിസ ലഭ്യമാക്കാൻ ആശ്രയിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികം. അതിനും ഉത്തരമുണ്ട്. ഒരു വിസയുമില്ലാതെ ഏതു ദിക്കിലേക്കും പറക്കാൻ കഴിവുള്ള സ്വാമിയാണ് ഹനുമാൻ സ്വാമി. രാമായണത്തിൽ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. ഇത് തന്നെയാണ് അതിന്റെ കാരണം. ന്യൂഡൽഹിയിലെ ശ്രീ സിദ്ധി പീഠത്തിലെ ചമൽക്കാരി ഹനുമാൻ ക്ഷേത്രം വാർത്തയിൽ ഇടം പിടിക്കുമ്പോൾ ഒന്ന് ചുറ്റും നോക്കാം. വിസാദേവതകളെ ധ്യാനിച്ച് നിവേദ്യങ്ങളുമായി എത്തുന്ന ഭക്തലക്ഷങ്ങൾ ആശ്രയം തേടുന്ന വേറെയും ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഗുജറാത്തിലും ഹൈദരാബാദിലും ചെന്നൈയിലുമൊക്കെ വിസ പ്രക്രിയ സുഗമമാക്കാൻ ഭക്തർ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രത്തിലും വിസാ ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ആചാരങ്ങളും വ്യത്യസ്തമാണ്.